ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായി വന്നുപെടുന്ന ചില ആശുപത്രി ബില്ലുകളാണ് നമ്മളുടെ സാമ്പത്തിക ആസൂത്രണത്തെ അപ്പാടെ താളം തെറ്റിക്കുന്നത്. എൻ്റെ പേഴ്സണൽ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ മാസം എനിക്ക് നിയർലി 60,000 റുപ്പീസാണ് ഹോസ്പിറ്റൽ ബില്ലായി വന്നത്. വോക്കൽ കോഡിന് ബാധിച്ച ഒരു ബുദ്ധിമുട്ടായിരുന്നു രോഗകാരണം. അങ്ങനെ ഹോസ്പിറ്റലിൽ 2 ഹോസ്പിറ്റലുകളിലായി ദിവസങ്ങളോളം നീണ്ട ചികിത്സയും അതോടൊപ്പം തന്നെ എൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം തടസ്സപ്പെട്ടിരുന്നു. പക്ഷേ കൃത്യമായി ഒരു മെഡിക്ലെയിം ഉള്ളതുകൊണ്ട് തന്നെ 1 രൂപയുടെ ഹോസ്പിറ്റൽ ബില്ല് പോലും എനിക്ക് പേ ചെയ്യേണ്ടി വന്നില്ല എന്നതാണ് ഈ സാമ്പത്തിക ആസൂത്രണത്തിൽ നമ്മെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്നൊരു കാര്യം. ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് നല്ല അവബോധമുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷേ ഇപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കാത്തവർ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്താണ് അതുകൊണ്ട് ഗുണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്. തീർച്ചയായും നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും എടുത്ത് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ലോസിനെ ഇല്ലാതാക്കുക, ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ലോസിനെ ഇപ്പോഴേ നമ്മൾക്ക് കവർ ചെയ്യാൻ സാധിക്കുക എന്നതാണ് സാമ്പത്തിക ആസൂത്രണത്തിലേക്കുള്ള ഒന്നാമത്തെ ഘട്ടമായി നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, ധൈര്യമായി ഞങ്ങളുമായി കണക്റ്റ് ചെയ്യൂ. ഫിൻസാവിയോ നിങ്ങളോടൊപ്പമുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.